ഹലോ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിന്റെ രണ്ടാമത്തെ ചാപ്റ്ററായ രൂരു എന്ന കഥയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം പാഠഭാഗം പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രധാനമായിട്ടും. അത് ഏത് തരത്തിലുള്ള രചനയാണ്, അതിന്റെ പേരെന്താണ്, എഴുതിയ ആൾ ആരാണ്, ഈ 3 കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആദ്യത്തെ ചാപ്റ്ററായ കവിത അല്ലെ, നീലി ചിടിയ എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നീലി ചിടിയ ഏത് തരത്തിലുള്ള രചനയായിരുന്നു? അതൊരു കവിതയായിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കേ, രൂരു രൂരു എന്ന് പറയുന്നത് കഹാനിയുടെ പേരാണ്. ഓക്കെ, രൂരു ഏത് തരത്തിലുള്ള രചനയാണ്? ഇത് കവിതയാണോ? അല്ല, കഹാനിയാണ് അല്ലെ. അപ്പോ ഞാൻ ചോദിക്കുവാണ്, രൂരു കിസ് തരഹ കി രചന ഹെ? രൂരു ഏത് തരത്തിലുള്ള രചനയാണ് എന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയേണ്ടത്? കഹാനി ഹെ, അതൊരു കഥയാണ്. ഓക്കെ, അപ്പോൾ ചോദിക്കാം, കഹാനി അല്ലേ, അപ്പോൾ അത് എഴുതിയ ഒരാളുണ്ടാവില്ലേ? അപ്പോൾ കഹാനി എഴുതുന്ന ആളെ നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് കഹാനിക്കാർ എന്നാണ്. ഓക്കെ, അപ്പോൾ കഹാനി ചോദിക്കുകയാണേ, കഹാനിക്കാർ കോൻ ഹെ എന്ന് ചോദിച്ചാൽ എന്താ പറയുന്നത്? പാരോ ആനന്ദ്. ഓക്കെ, ഇവിടെ തന്നെ പാഠഭാഗത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഥയുടെ പേരാണ് രൂരു. മുന്നോട്ട് പോകാം. ആദ്യം ഞാൻ വായിച്ചു തരുവേ, അതിനുശേഷമായിരിക്കും മീനിങ് പറയുന്നത്. ഓക്കെ, രൂരു एक कंगारू का बच्चा था. कंगारू के बच्चों को जोइस कहते हैं, वैसे ही जैसे कुत्ते के बच्चों को पिल्ला और बिल्ली के बच्चे को बिलौटा कहते हैं. നോക്കിക്കേ, രൂരു एक कंगारू का बच्चा था. രൂരു ഒരു കങ്കാരുവിൻ്റെ കുഞ്ഞാണ്. ഓക്കെ, രൂരു എന്ന് പറയുന്നത് ഒരു പേരാണ്. രൂരു ഒരു കങ്കാരുവിൻ്റെ കുട്ടിയാണ്. കങ്കാരു കെ ബച്ചോങ്കോ ജോയിസ് കഹത്തെ ഹൈ. കങ്കാരുവിൻ്റെ കുഞ്ഞുങ്ങളെ എന്താ പറയുന്നത്? ജോയിസ് എന്ന് പറയും. വേസേ ഹി ജൈസേ, അതുപോലെ. കുത്തേ കെ ബച്ചേങ്കോ പില്ല, നായ അല്ലേ, നായയുടെ കുഞ്ഞുങ്ങളെ പില്ല എന്ന് പറയും. ഓർ ബില്ലി കെ ബച്ചേക്കോ ബിലൗട്ട കഹത്തെ ഹൈ. ബില്ലി എന്താണ്? പൂച്ച അല്ലേ, പൂച്ചയുടെ കുഞ്ഞുങ്ങൾ, പൂച്ച കുഞ്ഞുങ്ങളെ ബിലൗട്ട എന്ന് പറയും. അപ്പോൾ നോക്കിക്കേ, कंगारू के बच्चों को जोइस, कुत्ते के बच्चों को पिल्ला और बिल्ली के बच्चे को बिलौटा कहते हैं. ഓക്കെ അല്ലേ ഇത്രയും? നോക്കിക്കേ, കണ്ടോ, കങ്കാരുക്കെ ബച്ച എന്താ? ജോയിസ് അല്ലേ. രണ്ടുപേരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അടുത്തതിലോട്ട് പോകാം. ഉസ്കി അമ്മി ഉസേ രൂരു ബുലാത്തി ഥി. ഈ കങ്കാരുവിൻ്റെ കുഞ്ഞ് അല്ലേ, അതിൻ്റെ അമ്മ അതിനെ എന്തെന്നാ വിളിക്കുന്നത്? രൂരു ബുലാത്തീതി. നിങ്ങൾക്കൊക്കെ ഓരോ പേരില്ലേടാ, അതുപോലെ എന്താ വിളിക്കുന്നത്? രൂരു എന്ന് വിളിക്കും. ഓക്കെ, ക്യോം കി, എന്തുകൊണ്ടെന്നാൽ, അവൻ എപ്പോഴും കരയുമായിരുന്നു, അതുകൊണ്ടാണ് അവൻ എന്തെന്ന് വിളിച്ചത്? രൂരു എന്ന് വിളിച്ചത്. ഓക്കെ, രോ ക്യോം രഹേ ഹോ, എന്തിനാ നീ കരയുന്നത്? അമ്മീനെ ഫിർ പൂച്ച. അമ്മ ആരാ? അമ്മയാ അല്ലേ. ക്യാ തുംകോ ബഹുത് അകേല അകേല ലഗ്താ ഹേ ബേട്ട. എന്താ മോനെ നിനക്ക്? മക്കളിവിടെ നോക്കിക്കേടാ, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ മുകളിൽ മലയാളം മീനിങ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അകേല ഹോന എന്ന് വെച്ചാൽ ഒറ്റപ്പെടുക, ഏകാന്തത അനുഭവിക്കുക. അപ്പോൾ അമ്മ മോനോട് അല്ലെങ്കിൽ കുഞ്ഞിനോട് ചോദിക്കുവാണ്, ക്യാ തുംകോ ബഹുത് അകേല അകേല ലഗ്താ ഹേ ബേട്ട. എന്താ മോനെ നിനക്ക് ഏകാന്തത അനുഭവപ്പെടുന്നുണ്ടോ? നീ ഒറ്റയ്ക്കായതുപോലെ തോന്നുന്നുണ്ടോ? ജേബ് സെ എക് ബാരീക് സി ആവാസ് ആയി. ജേബ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, കങ്കാരുവിൻ്റെ വയറിൻ്റെ ഭാഗത്തായിട്ട് ഒരു സഞ്ചി പോലെ കാണപ്പെടുന്ന ഒരു ഭാഗമുണ്ടല്ലേ, അതിനെയാണ് ജേബ് എന്ന് പറയുന്നത്. കങ്കാരു സഞ്ചി എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ അമ്മ ഇങ്ങനെ ചോദിച്ചപ്പോൾ ജേബ് സെ എക് ബാരീക് സി ആവാസായി, ഒരു നേർത്ത, ഒരു സോഫ്റ്റ്, ഒരു കുഞ്ഞ് ആവാസം എന്ന് വെച്ചാൽ എന്താ? ശബ്ദം വന്നു. ഹാം മെറ കോയി ദോസ്ത് നഹീം. അതേ അമ്മ, എനിക്ക് ആരുമില്ല. ദോസ്ത് എന്ന് പറഞ്ഞാൽ എന്താ? സുഹൃത്തുക്കൾ, കൂട്ടുകാർ അല്ലേ. അതേ അമ്മ, എനിക്ക് ആരുമില്ല, എനിക്ക് എന്താ കൂട്ടുകാരേ ഇല്ല എന്ന് പറയാണ്. ആരാ പറയുന്നത്? നമ്മുടെ രൂരു പറയുക. കണ്ടോ? അപ്പോൾ അമ്മി ഖുഷി സേ കൂദിനെ ഫാദിനെ ലഗി. കൂദിനെ ഫാദിനെ എന്ന് വെച്ചാൽ എന്താ? തുള്ളിച്ചാടാൻ തുടങ്ങി എന്നാണ് കേട്ടോ. അമ്മി ഭയങ്കര സന്തോഷത്തോടെ അമ്മ ഇങ്ങനെ തുള്ളിച്ചാടുകയാണ്. तो इसलिए उदास रहता था मेरा बच्चा, वो देर तक കൂത്തി രഹി. എന്തിനാ?
കുഞ്ഞ് പറഞ്ഞില്ലേ കുഞ്ഞിന് കളിക്കാൻ ആരുമില്ലാന്ന്, അതുകൊണ്ട് അമ്മ ഇങ്ങനെ തുള്ളി ചാടുകയാണ്, കുഞ്ഞും കൂടി ചാടാൻ വേണ്ടിയിട്ടല്ലേ, കുഞ്ഞിന് സന്തോഷം കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ ചെയ്യുന്നത്. എന്നിട്ടോ നോക്കിക്കേ, കണ്ടോ, ഇതൊരു വലിയൊരു വിശാലമായിട്ടുള്ള ജംഗലം എന്ന് പറഞ്ഞാൽ എന്താ, കാട് അല്ലേ. വളരെ വ്യത്യസ്ത തരത്തിലുള്ള ജീവജാലങ്ങൾ നമുക്കിതിലായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നോക്കിക്കേ, രൂരു അബിട്ടായി മാകയ ബച്ച. അമ്മ പറയുന്നുണ്ട് എന്താ, രൂരു മോനെ അബിട്ടായി മാകയ ബച്ച, ഇപ്പോൾ നിന്റെ സമയമായി. അമ്മയ്ക്ക് ഗോദസേ നികലോ. ഗോതെന്ന് വെച്ചാൽ മടിത്തട്ടാണ് കേട്ടോ, അമ്മയുടെ സഞ്ചി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അമ്മയ്ക്ക് ഗോദസേ നികലോ, നീ എന്ത് ചെയ്യുക, ഇനി പുറത്ത് വന്നേ. ഓർ ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ. ഇനി എന്താ, നീ പുറത്തു പോയിട്ട് നീ കൂട്ടുകാരെ ഉണ്ടാക്കൂ. നീ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കണ്ട അല്ലേ. നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയി എല്ലാവരുമായിട്ട് പരിചയപ്പെടുമ്പോഴല്ലേ നമുക്ക് കൂട്ടുകാരൊക്കെ കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ രൂരുവിൻ്റെ അമ്മയും പറയുന്നത് അല്ലേ. നീ ഇനി പുറത്തോട്ട് പോയി എന്തുണ്ടാക്കുക, കൂട്ടുകാരെ ഉണ്ടാക്കൂ. രൂരുവിനെ ധോടാ ഡർത്തെ ഹുയെ ചിഷ്കത്തെ ഹുയെ ഹൗലെ സെ അമ്മി की जेब से सिर बाहर निकाला. രൂരുവിനെ ധോട ഡർത്തെ ഹുയെ. ഡർന എന്ന് വെച്ചാൽ പേടിക്കുക. രൂരു അല്പം പേടിയോടെ അല്ലേ, എങ്ങനെയാ പുറത്തിറങ്ങുക എന്ന് പറഞ്ഞിട്ട് ഒരു പേടി ആരുടെ മനസ്സിലുണ്ട്, രൂരുവിൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ രൂരു വളരെ പേടിയോടെ ചിച്ചിക്കിത്തെ, വായിച്ചേ ചിച്ചിക്കിത്തെ. നിങ്ങൾ എന്നോടൊപ്പം വായിച്ചു പോകണം കേട്ടോ, എങ്കിലേ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റൂ. ചിച്ചിക്കിത്തെ എന്ന് പറഞ്ഞാൽ മടിയോടെ, ഒരു മടി കാണുമല്ലേ പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട്, മടിയോടെ. ഹൗലേസെ മെല്ലെ പതിയെ. അപ്പോൾ പേടിയോടെയും കുറച്ച് മടിയോടെയും പതിയെ എന്ത് ചെയ്തു, അമ്മയ്ക്ക് ജേബ് സെ സിർ ബാഹർ നിക്കാല. അമ്മയുടെ ജേബ്, ആ സഞ്ചിയിൽ നിന്ന് തല പുറത്തോട്ടിട്ടു അല്ലേ. എന്തായി പുറത്തൊക്കെ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രൂരു ഇങ്ങനെ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. दुनिया कितनी बड़ी थी, कितनी सुंदर, कितने सारे रंग, आवाज़ें, कितनी खुशबू. അപ്പോൾ രൂരു നോക്കിയപ്പോൾ കണ്ടതെന്താ, ദുനിയ കിത്തനി ബഡി ഥി, ലോകം എത്ര വലുതാണ്, കിത്തനി സുന്ദർ, എത്ര മനോഹരമാണ്, കിത്തനെ സാരേ രംഗ് അല്ലേ, ഒത്തിരി നിറങ്ങൾ, ആവാസയും ശബ്ദങ്ങൾ, കിത്തിനി ഹുഷ്ബു, ഹുഷ്ബു എന്ന് വെച്ചാൽ എന്താ, സുഗന്ധം അല്ലേ. ഇത്രയും മനോഹരമായൊരു ലോകം. നോക്കിക്കേ, കണ്ടോ, ഒരു തിത്തലി അല്ലേ, ഒരു പൂമ്പാറ്റ ഇങ്ങനെ നോക്കുമ്പോൾ വളരെ കൗതുകത്തോടു കൂടി നോക്കുക നമ്മുടെ രൂരു. എന്ത് നല്ല ഫേസാ അല്ലേ രൂരുവിൻ്റെ. നോക്കിക്കേ, പർ രൂരു സഹം ഗയ. പക്ഷേ രൂരു പകച്ചുപോയി, പേടിച്ചുപോയി. ഇവിടെ ഒരു ചെറിയൊരു തെറ്റുണ്ട് കേട്ടോ, ആ ഒരു പോയി എന്ന് മതി കേട്ടോ, അത് ടൈപ്പിങ്ങിൽ മിസ്റ്റേക്ക് വന്നതാ. ഓക്കെ, ഇത്തനെ ബഡി ദുനിയാധി ബാഹർ. ഓ, ഇത്രയും വലിയ ലോകമാണ് പുറത്ത്. അമ്മി കങ്കാരു ധോടി ദേർ തോ സബ്ര കിയേ രഹി. അങ്ങനെ രൂരു പുറത്തോട്ടൊക്കെ നോക്കിയിട്ട് ഭയങ്കരമായിട്ട് നിൽക്കുക, അയ്യോ ഇത്രയും വലിയ ലോകമാണോ. അങ്ങനെ അമ്മി കങ്കാരു ധോടി ദേർ തോ സബ്ര കിയേ രഹി. അമ്മ എന്ത് ചെയ്തു, കുറച്ച് ക്ഷമയോടെ നിന്നു. ഇവ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, ഇവ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാമല്ലോ എന്ന രീതിയിൽ അമ്മ ഒട്ടും തന്നെ ഭയങ്കര ദേഷ്യം ഒന്നും കാണിക്കാണ്ട് വളരെ സ്നേഹത്തോടെ ക്ഷമയോടെ അമ്മ നിൽക്കുവാണല്ലേ. ഓക്കെ, ഫിർ ഹൽക്കേ സെ ധപ്കി ഥി. വായിച്ചേ, ഫിർ ഹൽക്കേ സെ ധപ്കി ഥി എന്ന് വെച്ചാൽ എന്താ, എന്നിട്ട് അമ്മ കുഞ്ഞിൻ്റെ ചുമലിൽ, അതായത് തോളിൽ മൃദുവായിട്ട് തട്ടി. ഇങ്ങനെ നമ്മളൊരു കോൺഫിഡൻസ്, ഒരു പ്രോത്സാഹനം തരില്ലേ, മോനെ നീ ധൈര്യമായിട്ട് പൊക്കോ എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെയാണ് അമ്മ എന്ത് ചെയ്തു, കുഞ്ഞിൻ്റെ ചുമലിൽ, തോളിൽ ഇങ്ങനെ തട്ടിയിട്ട് അവൻ എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. ഫിർ രൂരു കോ ഖുദ് ജേബ് സെ നികൽനെ കി കോശിഷ് കർത്തെ ദേഖ്നെ ലഗി. അപ്പോൾ നമ്മുടെ രൂരു എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ രൂരുക്കോ ഖുദ് ജേബ് സെ നികൽനെ കി കോശിഷ് കർത്തെ ദേഖ്നെ ലഗി. ആഖിർ രൂരു ജേബ് സെ ബാഹർ നികല. അങ്ങനെ അവസാനം ആര് പുറത്ത് വരുന്നു, നമ്മുടെ നായകനായ രൂരു പുറത്ത് വരികയാണല്ലേ. ഓക്കെ, കണ്ടോ, രൂരു വളരെ മനോഹരമായിട്ടുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. നോക്കാം. नीचे टहनी पर एक चिड़िया गाना गा रही थी.
നീച്ചി താഴെ, അതായത് മരച്ചില്ലയിൽ എക് ചിടിയ ഗാനാ രഹി തി, ഒരു പക്ഷി പാട്ട് പാടിക്കൊണ്ടിരിക്കുവാണ്. രൂരു പുറത്തു വന്ന സമയത്ത്. ഓക്കെ. രൂരുനെ, രൂരു ചിടിയാസെ, ചിടിയ എന്ന് വെച്ചാൽ അറിയാം, പക്ഷി. രൂരു പക്ഷിയോട് പൂച്ചന ചാഹാകെ, പൂച്ചന എന്താ, ചോദിക്കുക. അപ്പോൾ കഹിന എന്തായിരിക്കും, പറയുക. അപ്പോൾ രൂരു പക്ഷിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ചാഹ എന്ന് വെച്ചാൽ ആഗ്രഹിച്ചു. എന്താ ആഗ്രഹിച്ചത്, എന്തെന്നാൽ ക്യാ ഉസെ ഓർ ഗാനെ ഫി ആത്തെ ഹൈ, എന്താ അവന് പാടാൻ അറിയാവോ, ക്യാ വോ ഉസെ ഗാന സിഖാ ദേങ്കി, എന്താ ആ പാട്ട് എന്നെ പഠിപ്പിച്ചു തരുമായിരിക്കുമോ എന്നൊക്കെ ചോദിക്കാൻ നമ്മുടെ രൂരുവിന് ആഗ്രഹം തോന്നി. पर चिड़िया उठकर दूसरे पेड़ पर बैठ गई, പക്ഷേ എന്ത് ചെയ്തു, ഈ ചിടിയ പക്ഷി ഉഡ്കർ പറന്ന് ദൂസരെ പേട് പർ ബൈഠ് ഗയി, വേറൊരു മരത്തിൽ പോയിരുന്നു. അല്ലേ, കണ്ടോ, മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന അവർ തമ്മിലുള്ള, കണ്ടോ, കോൺവെർസേഷനാ, സംഭാഷണവാ. ഓക്കെ. അപ്പോൾ എന്താ, വേറൊരു മരത്തിലോട്ട് പറന്നു പോയിരുന്നു. രുക്കോ രുക്കോ ജാവോ മത്, നിക്കൂ നിക്കൂ, നീ പോകരുത്. രുക്കോ എന്ന് വെച്ചാൽ നിൽക്കൂ, ജാവോ മത് പോകരുത്, മത്തെന്ന് വെച്ചാൽ അരുത്, പാടില്ല. അപ്പോൾ ജാവോ മത് പോകരുത്. രുക്കോ രുക്കോ ജാവോ മത്, നിൽക്കൂ നിൽക്കൂ, നീ പോകരുത്. ചിടിയാക്കെ പീച്ചെ കൂതുത്താ ഹുവ രൂരുവിനെ ചില്ലായ, പക്ഷിയുടെ പുറകെ ചാടി ചാടി, അല്ലേ, നമുക്കറിയാം കങ്കാരു എങ്ങനെയാണ് നടക്കുന്നത്, ചാടി ചാടിയാണ്, അല്ലേ, അല്ലാതെ നോർമലായിട്ട് നമ്മളെപ്പോലെയാണോ നടക്കുന്നത്, അല്ല, അതാ പറയുന്നത് കൂതുത്ത. ചാടി ചാടി രൂരുവിനെ ചില്ലായ, ചില്ലായ എന്ന് വെച്ചാൽ ഉച്ചത്തിൽ വിളിച്ചു, അയ്യോ നിൽക്കൂ നിൽക്കൂ, നീ പോകരുതേ എന്ന് വിളിച്ചു. ചിടിയ ബോലി, കണ്ടോ, ബോൽന പറയുക, ചിടിയ ബോലി, പക്ഷി പറഞ്ഞു, മേ രുക് നഹി സക്തി ബഹുത് ബുരാ ഹോ ഗയാ ഹെ, എനിക്ക് നിൽക്കാൻ പറ്റില്ല, എനിക്കൊരു ആപത്ത് സംഭവിച്ചിരിക്കുന്നു. അയ്യോ, നമ്മുടെ പക്ഷി പറയുവാണേ, മേ രുക് നഹി സക്തി, എനിക്ക് നിൽക്കാൻ കഴിയില്ല, ഒരാപത്ത് സംഭവിച്ചു. അപ്പോൾ ചോദിക്കുവാണ്, ക്യാ ബുരാ ഹുവാ, എന്താപത്താ നിനക്ക് പറ്റിയത്. പിച്ചലി രാത് ഭയാനക തൂഫാനായാ ഥാ, പിച്ചലി രാത്ത്, കഴിഞ്ഞ രാത്രിയിൽ ഒരു ഭയാനകമായ തൂഫാനായാ ഥാ, കൊടുങ്കാറ്റ് വന്നിരുന്നു. മേരാ ഹോംസല ബിഖർ ഗയാ, എൻ്റെ പക്ഷിക്കൂട്, ഹോംസല എന്ന് വെച്ചാൽ പക്ഷിക്കൂടാണ്, തകർന്നു പോയി. ആ കൊടുങ്കാറ്റിൽപ്പെട്ട എൻ്റെ കൂട് എന്ത് ചെയ്തു, എൻ്റെ വീട്, പക്ഷിയുടെ വീടല്ലേ പക്ഷിക്കൂടെന്ന് പറയുന്നത്, തകർന്നു പോയി. കഹി മേരെ ബച്ചെ ഗിർ ന ജായേ മേ ഗാന നഹി ഗാ രഹി തി, കണ്ടോ, എൻ്റെ കുഞ്ഞുങ്ങൾ, അല്ലേ, കുഞ്ഞുങ്ങളുടെ അവസ്ഥയൊക്കെ വളരെ മോശമെന്നാണ് പറയുന്നത്. മേ ഗാന നഹി ഗാ രഹി തി, ഞാൻ പാടുകയായിരുന്നില്ല. നമ്മുടെ രൂരു വിചാരിച്ചു ആ പക്ഷി വളരെ മനോഹരമായിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോഴാ ചിടിയ പറയുന്നത്, ഞാൻ പാടുക അല്ലായിരുന്നു. അപ്നെ സാത്തി കോ ബുലാ രഹി തി, ഞാൻ എൻ്റെ കൂട്ടുകാരെ വിളിക്കുകയായിരുന്നു. വോ ആ ജായേ തോ ഹം മിൽക്കർ ജൽദി ജൽദി ഹോംസല ടീക്ക് കർ ലേ, അവരും എന്നോടൊപ്പം വരുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ചേർന്ന്, ഹം മിൽക്കർ, നമ്മളെല്ലാവരും ചേർന്ന്, ജൽദി ജൽദി, പെട്ടെന്ന് പെട്ടെന്ന്, ഹോംസല ടീക്ക് കർ ലേ, പക്ഷിക്കൂട് എന്ത് ചെയ്യും, ശരിയാക്കും. അപ്പോൾ ഞാൻ സഹായത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട്സിനെ, എൻ്റെ കൂട്ടുകാരെ വിളിക്കുകയായിരുന്നു, അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യുകയല്ലായിരുന്നു, പാടുകയല്ലായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്, എൻ്റെ പക്ഷിക്കൂടിനെ ശരിയാക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇത് ആരുമായിട്ട് സംസാരിക്കുക, ചിടിയ രൂരുവിനോട് പറയുവാണ്, അല്ലേ. നോക്കിക്കേ, രൂരു ചിടിയാക്കെ സാത്ത് ചൽപ്പട, രൂരു ചിടിയയുടെ കൂടെ, ചിടിയ എന്ന് വെച്ചാൽ പക്ഷിയുടെ കൂടെ നടന്നു. കണ്ടോ, രണ്ടുപേരും കൂടെ വളരെ സാവധാനത്തിൽ ഇങ്ങനെ നടന്നു നടന്നു പോവുക. ബച്ചെ സമീൻ പർ ബേഹാൽ പടേ ഹുയേ ഥേ, ബച്ചെ കുട്ടികൾ, ജമീൻ, അവരിങ്ങനെ നോക്കി, അവർ വളരെ ഇതായിട്ട് ഇങ്ങനെ പോവുകയാണ്. എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് സഹായിക്കാം, എങ്ങനെയെങ്കിലും ശരിയാക്കാം എന്ന രീതിയിൽ രൂരു പക്ഷീൻ്റെ കൂടെ നടന്നു പോവുക. ബച്ചെ ജമീൻ പർ, ബച്ചെ കുട്ടികൾ, അല്ലേ, കുട്ടികൾ, ജമീൻ പർ, ജമീൻ എന്ന് വെച്ചാൽ നമുക്കറിയാം നിലം, അല്ലേ, തറയിൽ, ബേഹാൽ പടേ ഹുയേ ഥേ, എന്ത് ചെയ്യുമായിരുന്നു, ബേഹാൽ പഠന എന്ന് വെച്ചാൽ വായിച്ചേ, അവശരായി കിടക്കുകയായിരുന്നു. ബച്ചെ ജമീൻ പർ ബേഹാൽ പടേ ഹുയേ ഥേ, കുട്ടികൾ അവശരായി കിടക്കുകയായിരുന്നു, അല്ലേ, കൊടുങ്കാറ്റടിച്ചിട്ട് കൂട് നിലത്ത് വീണു, അങ്ങനെ അവർ അവശരായിട്ട് കിടക്കുമായിരുന്നു. ചിടിയ ജോർ സേ രോയി, പക്ഷി എന്ത് ചെയ്തു, ഇത് കണ്ടിട്ട് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി.
ഉസ്കി ആവാസ് സുൻ ഉസ്കാ സാത്തി ഉട്ടാ ഹുവ ആയി. ഈ പക്ഷിയുടെ കരച്ചിലും സൗണ്ടും എല്ലാം കേട്ടപ്പോൾ അതിൻ്റെ കൂട്ടുകാരും എന്ത് ചെയ്തു, പറന്ന് ഇവരുടെ അടുത്തോട്ട് വന്നു. ഉൻ ദോനോ കാ ഉദാസ് ദേഖ് രൂരു കോ ഏക് ഖ്യാൽ ആയ. ഈ രണ്ട് പക്ഷികൾ, അതായത് ഇവിടെ എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ് അല്ലേ. രൂരു ആദ്യം വന്നപ്പോൾ കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ ഇവരുടെ ഈ വിഷമം കണ്ടപ്പോൾ രൂരുവിന് പെട്ടെന്നൊരു ചിന്ത വന്നു. എന്താ? യെസ്, മുझे एक जगह मालूम है जब तक बच्चे उड़ने लायक नहीं हो जाते वे आराम से वहीं रह सकते हैं. मुझे एक जगह मालूम है. ജഗഹ് എന്ന് വെച്ചാൽ സ്ഥലം. എനിക്കപ്പോൾ രൂരു പറയുന്നുണ്ട്, കണ്ടോ, പറയുന്നതായതുകൊണ്ടാണ് ഇങ്ങനെ ഇൻവേർട്ടർ കോമിക്കകത്ത് ഇട്ടേക്കുന്നത്. മുझे एक जगह मालूम है, എനിക്കൊരു സ്ഥലം അറിയാം. ആര് പറയുവാണ്? രൂരു പറയുന്നുണ്ട്. मुझे एक जगह मालूम है जब तक बच्चे उड़ने लायक. ഉഡ്നെ ലായക് എന്ന് വെച്ചാൽ പറക്കാനുള്ള പ്രാപ്തി കിട്ടുക. ഇപ്പോൾ കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് ചിറകൊക്കെ മുളച്ചാലല്ലേ അവർ പറക്കാറാവുകയുള്ളൂ. ഇവിടെ ആ കുഞ്ഞുങ്ങൾ പറക്കാനുള്ള പ്രായമായിട്ടില്ല. അപ്പോൾ രൂരു പറയുന്നുണ്ട്, എനിക്കൊരു സ്ഥലം അറിയാം, കുഞ്ഞുങ്ങൾ പറക്കാനുള്ള പ്രാപ്തി കിട്ടുന്നത് വരെ അവർക്ക് എന്ത് ചെയ്യാം, ആരാംസെ വഹീം രഹസക്തെ, അവിടെ സ്വസ്ഥമായിട്ട് അവർക്ക് ഇരിക്കാം. അവിടെ ഒരു കൊടുങ്കാറ്റോ ഒരു പ്രശ്നമോ ഒന്നും വരില്ല. അവർക്ക് പറന്നു പോകുന്നത് വരെ, അല്ലെങ്കിൽ പറക്കാനുള്ള പ്രാപ്തി ലഭിക്കുന്നത് വരെ കുഞ്ഞുങ്ങൾക്ക് വളരെ സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കാമെന്ന് ആരോട് പറയുന്നു? രൂരുവിനെ ചിടിയാസെ, രൂരു പക്ഷീനോട് പറയുന്നുണ്ട്. നോക്കിക്കേ, കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ആ സ്ഥലം എവിടെയായിരിക്കുമെന്ന്. നോക്കാം. ഫിർ ക്യാ ഥാ, രൂരു की मदद से अम्मी ने धीरे धीरे सारे बच्चों को अपनी नरम मुलायम जेब में रख लिया. കണ്ടോ, രൂരു की मदद से, രൂരുവിൻ്റെ സഹായത്തോടെ, അമ്മീനെ അമ്മ, ധീരെ ധീരെ പതിയെ പതിയെ, സാരേ ബച്ചോങ്കോ എല്ലാ കുട്ടികളെയും എന്ത് ചെയ്തു, അപ്പനെ നർമ്മ മുലായം തൻ്റെ മൃദുവായ, മുലായം എന്ന് വെച്ചാൽ കോമളമായ സോഫ്റ്റായ, ജേബ് മേ രഹിലിയ, ജേബ് നമുക്കറിയാം അല്ലേ, കങ്കാരുവിൻ്റെ സഞ്ചി. ഓക്കെ, അതിനകത്തോട്ട് വച്ചു. കണ്ടോ, ഇവിടുത്തെ പിക്ചറിൽ നോക്കിക്കേ, കണ്ടോ, ഇതിനകത്തോട്ട് കുഞ്ഞുങ്ങൾ ഇവർ വന്ന് കാര്യം പറയുന്നുണ്ട് അമ്മയോട്. അപ്പോൾ അമ്മയുടെ അത് രൂരുവിൻ്റെ സഹായത്തോടെ അമ്മ എന്ത് ചെയ്യുന്നു, പക്ഷിക്കുഞ്ഞുങ്ങളെ എടുത്തിട്ട് ജേബിനകത്തോട്ട് വയ്ക്കുന്നു. കണ്ടോ, യഹാം ഉനേം കൊയ് ഹതര നഹീന്ത, ഇവിടെ അവർക്ക് എന്തില്ല, ഒരു അപകടവും ഇല്ല അല്ലേ, ആരെയും പേടിക്കണ്ട, ഒന്നിനെയും പേടിക്കണ്ട. ചിടിയാം ഹുഷി സേ ഗാനെ ലഗി, അങ്ങനെ പക്ഷികൾ എന്ത് ചെയ്തു, സന്തോഷത്തോടെ പാടാൻ തുടങ്ങി, വളരെ സന്തോഷത്തോടെ പാടാൻ തുടങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു, നേരത്തെ രൂരുവിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ, എന്ത് ചെയ്യാൻ, പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ പക്ഷി എന്ത് ചെയ്തു, രൂരു കോഫി ഗാന സിഖാ ദിയ, രൂരുവിന് എന്ത് ചെയ്തു, പാട്ട് പഠിപ്പിച്ചു കൊടുത്തു. ഉസ് രാത്ത് രൂരു ആഹിസ്ത സേ സംഭൽ കർ അമ്മി കി ജേബ് മേ ഹുസ. ഉസ് രാത്ത്, ആ രാത്രിയിൽ, രൂരു, നമ്മുടെ രൂരു, ആഹിസ്താസെ, ആഹിസ്ത എന്ന് വെച്ചാൽ വളരെ പതിയെ, പതുക്കെ, സംഭൽക്കർ ശ്രദ്ധിച്ച്, അമ്മയ്ക്ക് ജേബ് മേ ഹുസ, അമ്മയുടെ ജേബിൽ കയറി. ആ രാത്രി രൂരു വളരെ ശ്രദ്ധിച്ചാണ് അമ്മയുടെ ജേബിൽ കയറിയത്. അല്ലെങ്കിൽ വളരെ ഭയങ്കരമായിട്ട് ചാടിയൊക്കെ അങ്ങ് കയറുമല്ലേ. ഇതെന്തുകൊണ്ടായിരിക്കും, ചിന്തിച്ചേ. അവിടെ ആരുണ്ട്, പക്ഷിക്കുഞ്ഞുങ്ങളുണ്ടല്ലേ. അതുകൊണ്ട് വളരെ പതുക്കെ ശ്രദ്ധിച്ചാണ് എന്ത് ചെയ്തത്, രൂരു ജേബിൽ കയറിയത്. ഓക്കെ, വഹ് ചിടിയോ കി ബഗൽ മേ ദുബക് ഗയാ, രൂരു പക്ഷിക്കുഞ്ഞുങ്ങളുടെ അരികിൽ, ബഗൽ എന്ന് വെച്ചാൽ എന്താ, അരികിൽ, ദുബക് ഗയാ പതുങ്ങിക്കിടന്നു. അബുവോ അകേല നഹീം ധാ, ഇപ്പോൾ രൂരു ഒറ്റയ്ക്കാണോ, അകേല എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക്, നഹീം ദാ എന്ന് വെച്ചാൽ എന്താ, ഒറ്റയ്ക്കല്ല. ഇപ്പോൾ രൂരു എന്തല്ല, ഒറ്റയ്ക്കല്ല. നേരത്തെ രൂരുവിൻ്റെ വിഷമം എന്തായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു എന്നായിരുന്നു അല്ലേ. ഇപ്പോൾ എന്തുണ്ട്, രൂരുവിൻ്റെ കൂടെ ചിടിയ പക്ഷിക്കുഞ്ഞുങ്ങളുണ്ടല്ലേ, അവരവിടെ സുഖമായിട്ട് കിടന്നു, അമ്മയുടെ ജേബിനകത്ത് സുഖമായിട്ട് കിടന്നു. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്കിത് എന്ത് മനസ്സിലാക്കാം, ചാപ്റ്റർ തീർന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും എന്ത് ചെയ്യണം,
മറ്റുള്ളവരെ സഹായിക്കണം. കണ്ടോ ഇവിടെ ഈ വലിയൊരു ആദ്യം രൂരുവിന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ വലിയ ജംഗലല്ലേ, വലിയ കാടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേടിയായിരുന്നു അല്ലേ. പക്ഷേ ഇപ്പോൾ രൂരു എന്ത് ചെയ്തു, ആ ഇറങ്ങിയ സമയത്തുള്ള ഒരു ചെറിയൊരു പ്രശ്നമേ രൂരുവിനുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് സഹായം ആര് തന്നെ കൊടുത്തു, രൂരു തന്നെ കൊടുത്തു അല്ലേ. നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കണം അല്ലേ. നിങ്ങളെപ്പോലെ, നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ, വളർന്നു വരുന്ന തലമുറയല്ലേ, നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് മനസ്സിലായി, ഉപകാരം ഉണ്ടായി എങ്കിൽ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്